യൂറോപ്പിലുമൊക്കെ പോയി കെയർ ഹോമിലുമൊക്കെ ജോലി ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മുടെ ഈ പറമ്പിലുമൊക്കെ ജോലി ചെയ്യുന്നത്. ഫാം ടൂറിസം എന്ന് പറയുന്ന വലിയൊരു സിസ്റ്റം വരുന്നുണ്ട്. നമ്മളൊരു വലിയൊരു ലംസം ഓഫ് ലാൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഫാമിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ വന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും പഴവർഗ്ഗ ചെടിയുണ്ട്, ആ പഴവർഗ്ഗ ചെടിയോടുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് അവിടെ ലൈവായിട്ട് കൊടുക്കുന്നു. അതിനകത്ത് റെസ്റ്റോറൻറ്റ്സ്, ഈ ഗാർഡൻ ഇടയ്ക്കൂടെയുള്ള പാർക്കുകൾ. കമ്പത്ത് പോയപ്പോൾ അവിടെ ഒരു ഫാം കണ്ടതുപോലെ ഒരു മുന്തിരിത്തോട്ടമാണ്. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ മണ്ടേ കൂടെ റോപ്പിൻ്റെ മണ്ടേ കൂടെയുള്ള അഡ്വഞ്ചറസ് സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത്. അതൊക്കെ ഒരു വലിയൊരു സാധ്യതകളാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ സാധ്യതകളെയൊക്കെ നമുക്ക് ഈ സിവിൽ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് നമുക്ക് നോക്കുവാണ് ഈ സാധ്യതകളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ. പ്രധാനപ്പെട്ട പ്ലാനിങ് ആണ്. എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും പ്ലാനിങ്. അപ്പോൾ നമുക്കൊരു സർവേ നന്നായിട്ടുണ്ട്. ആ സർവേ വെച്ച് നമുക്ക് എന്ത് കാര്യം വേണം നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ആംബിയൻസ് ക്രിയേഷന്, എല്ലാ ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാം നമുക്ക് ഇന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി വഴി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്തെടുക്കാൻ പറ്റും, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട്. അപ്പോൾ ഒരിക്കലും സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു വീട് പണിയുന്നു, അല്ലെങ്കിൽ ഒരു പാലം പണിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു എന്നുള്ള അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് അഗ്രികൾച്ചറൽ മേഖല, ഇറിഗേഷൻ.